See, this is our next topic. എന്താ ടോപ്പിക്? സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. തൊട്ടുമുന്നേ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ബോഡീസ് ആണ്. വെള്ളത്തിനിടയിൽ കംപ്ലീറ്റ്ലി മുങ്ങിക്കിടക്കുന്ന ബോഡീസിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് ആണ്. വിച്ച് മീൻസ് കുറച്ച് പോർഷൻ ഈ കാണുന്ന ഫ്രീ സർഫസിന് താഴെ സബ്മർജ്ഡ് ആയിരിക്കും, കുറച്ച് പോർഷൻ ഫ്രീ സർഫസിന് മുകളിലായിരിക്കും. അങ്ങനെയുള്ള കേസസ്, അതായത് ഫ്ലോട്ടിംഗ് കേസസിലുള്ള ബോഡീസിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഷിപ്പ്, ബോട്ട്, ഇതെല്ലാം ഫ്ലോട്ടിംഗ് കേസസുകളാണ്. കുറച്ച് പോർഷൻ ആ ഷിപ്പിൻ്റെ ഹള്ളും അതുപോലത്തുള്ള കുറച്ച് പോർഷൻസൊക്കെ ഈ പറയുന്ന ഫ്രീ സർഫസിന് താഴെ സബ്മർജ്ഡ് ആയിരിക്കും, കുറച്ച് പോർഷൻ മുകളിലായിരിക്കും. അവിടെയുള്ള കേസുകൾക്കാണല്ലോ കൂടുതൽ സ്റ്റെബിലിറ്റിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇല്ലേ? കാരണം അതിനകത്ത് പാസഞ്ചേഴ്സ് കാണും, കാർഗോസ് നമ്മൾ കൊണ്ടുപോകും, വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് കേസ് സെപ്പറേറ്റ്ലി പഠിക്കുന്നത്. അത് മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ ചില കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്ന തൊട്ട് മുന്നേ നമ്മൾ കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് കേസിൻ്റെ സ്റ്റേബിളും ന്യൂട്രലും അൺസ്റ്റേബിളൊക്കെ പഠിച്ചില്ലേ? ഇവിടെയും ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ അല്ലേ? സെപ്പറേറ്റ്ലി പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോകും. അതിനൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അതായത് എന്തുകൊണ്ട് ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കേസ് സെപ്പറേറ്റ്ലി നമ്മൾ സ്റ്റെബിലിറ്റിയെ പറ്റി പഠിക്കണം എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തമായി നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ആ രണ്ട് കേസിലെയും തമ്മിലെ ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് നമ്മൾ ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ സ്റ്റെബിലിറ്റി സെപ്പറേറ്റ്ലി പഠിക്കുന്നു? അതായത് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ആയ കേസുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ സ്വന്തമായി ആലോചിച്ചാൽ മാത്രമേ സബ്ജക്റ്റിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആവത്തുള്ളൂ. ഓക്കെ, സോ ഞാനത് വഴിയെ പറഞ്ഞു പോകാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ്റ്റ് ഒന്ന് ആലോചിക്കാൻ ശ്രമിക്കുക. സി, അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഫ്ലോട്ടിംഗ് ബോഡി വരയ്ക്കണ്ടേ? ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ ഫ്ലോട്ടിംഗ് ബോഡി. ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ ഫ്ലോട്ടിംഗ് ബോഡി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബോഡി വിചാരിക്കുക. കുറച്ച് പോർഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ കാണുന്ന ഫ്രീ സർഫസിന് മുകളിലാണ്. കുറച്ച് കൂടുതൽ പോർഷൻ എവിടെയാണ്? ഫ്രീ സർഫസിന് താഴെ. ഞാനൊരു ആക്സിസ് വരച്ചു. ദിസ് ഇസ് ദ ആക്സിസ്. ഓക്കെ, ഈക്വൽ ഹാഫ് ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വേണ്ട. ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ഹാഫ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക വിചാരിക്കുക. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ഹാഫാണ്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെറ്റ്സ് സേ ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. ഈ കാണുന്ന പോർഷൻ ആരാണ്? സെൻറ്റർ ഓഫ് ബോയൻസി ആയിരിക്കും. എല്ലായ്പ്പോഴും ഏത് കേസ്, സബ്മർജ്ഡ് ആണെങ്കിലും ശരി, ഫ്ലോട്ടിംഗ് ആണെങ്കിലും ശരി, സെൻറ്റർ ഓഫ് ബോയൻസിയിൽ കൂടെ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു? ബോയൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതേപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു? ആ ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നു. പക്ഷേ ഇവൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഇവനൊരല്പം ടിൽറ്റ് ചെയ്യിപ്പിക്കണം. വേണ്ടേ? ടിൽറ്റ് ചെയ്യിപ്പിക്കാം. വരൂ, ടിൽറ്റിംഗ് പൊസിഷനിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ കേസ്. ഞാനൊരല്പം എന്ത് ചെയ്തു? ഇങ്ങനെ ടിൽറ്റ് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടിൽറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഓക്കെ, ഞാൻ ഇങ്ങനെ ടിൽറ്റ് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ടിൽറ്റ് ചെയ്യിപ്പിച്ചാലും അവൻ്റെ ഈ കാണുന്ന കേസിലുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്ത് ചെയ്യത്തില്ല? അവൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്ത് ചെയ്യത്തില്ല? മാറ്റം വരത്തില്ല. കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം മുങ്ങിക്കിടക്കുന്നുണ്ടോ, ഈ വെള്ളത്തിന് പുറത്തിരിക്കുന്നു എന്നൊരു വിഷയമേ അല്ല. അതിൽ ആ ബോഡിയിൽ എങ്ങനെയാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് ആര് വരുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. പക്ഷെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്മർജ്ഡ് ബോഡീസ്, അല്ലെങ്കിൽ സബ്മർജ്ഡ് വോളിയത്തിൻ്റെ സെൻട്രോയിഡാണ് ആരെന്ന് പറയുന്നത്? ഈ കാണുന്ന സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസ് നിങ്ങളൊന്ന് വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഇവിടെയാണ് ആ കീ പോയിന്റ്. എന്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ബോഡിയിൽ നിന്ന് മാറി സെപ്പറേറ്റ്ലി ഫ്ലോട്ടിംഗ് ബോഡിക്ക് പുതുതായി സ്റ്റെബിലിറ്റിയുടെ കേസുകൾ, തിയറംസുകൾ നമ്മൾ പഠിക്കുന്നു എന്നുള്ള ആ പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് കിടക്കുന്നത് ഇവിടെയാണ്. അതിന് കാരണം ഇപ്പോൾ നിങ്ങൾ ഇതൊരു ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ളൊരു ഷേപ്പാണ് വിചാരിക്കുക. ഇത് അവൻ്റെ ആക്സിസ് ആണ്. ഈ ആക്സിസിന് രണ്ട് ഭാഗം, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ വോളിയൂംസ് ആണ്. അതുകൊണ്ടാണ് കറക്റ്റ് ഈ കാണുന്ന ആക്സിസിൽ തന്നെ ആര് വരുന്നിരിക്കുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസിയും വരുന്നിരിക്കുന്നത്. പക്ഷേ ഇവനെ നമ്മൾ അല്പം ടിൽറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ആര് മാറാൻ പോകുന്നില്ല? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറത്തില്ല. കാരണം അത് ആ ബോഡിയുടെ പ്രോപ്പർട്ടിയാണ്. അത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും വെള്ളത്തിന് പുറത്ത് കിടന്നാലും കംപ്ലീറ്റ്ലി മുങ്ങി വെച്ചാലും ഫ്ലോട്ടിംഗ് ആണെങ്കിലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. അവനെ ചരിച്ച് വെച്ചാലും തലകുത്തനെ വെച്ചാലും ആര് മാറൂല? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറത്തില്ല. പക്ഷേ
സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്? സബ്മർജ്ഡ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെ ഒരല്പം ചരിച്ചാൽ ആ സബ്മർജ്ഡ് വോളിയത്തിൽ എന്തെങ്കിലും മാറ്റം വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് കുറേ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ ഒന്നുകൂടെ ഒന്ന് വരച്ചു തരാം. നോക്കൂ നിങ്ങൾ, സീ ദിസ്. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യണേ. ഈ കേസ് നോക്കൂ, ഒറിജിനൽ കേസ് ഇതാണ് നമ്മുടെ ആക്സിസ്. ഈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഈക്വലി സബ്മർജ്ഡ് വോളിയം ഉണ്ട് ഇല്ലേ? ഇത്രയും പോർഷനുമാണ് റൈറ്റ് സൈഡിലെ സബ്മർജ്ഡ് വോളിയം, അതേ സെയിം വോളിയമാണ് ലെഫ്റ്റ് സൈഡിലെ സബ്മർജ്ഡ് വോളിയം. അതുകൊണ്ടാണ് എക്സാക്ട്ലി സെൻറ്ററിൽ വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ സൈഡ്, ഈ കാണുന്ന ടിൽറ്റഡ് പൊസിഷൻ നോക്കൂ. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ഇത്രയും പോർഷൻ, ലെറ്റ്സ് സേ ഇത്രയും പോർഷൻ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് കൂടുതൽ സബ്മർജ്ഡ് ആയിപ്പോയി. അത്രയും പോർഷൻ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്തു? വെള്ളത്തിൻ്റെ മുകളിലേക്ക് പോയി, ഫ്രീ സർഫസിൻ്റെ മുകളിലേക്ക് പോയി. ഇപ്പോൾ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ഈ ആക്സിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സബ്മർജ്ഡ് വോളിയം സിമെട്രിക്കൽ അല്ല. കാരണം ഈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇത്രയും പോർഷൻ കൂടുതൽ വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ആക്സിസ് ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ വെള്ളത്തിന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആര് ചേഞ്ച് ചെയ്യും? സെൻറ്റർ ഓഫ് ബോയൻസി ചേഞ്ച് ചെയ്യും. എവിടെയാണ് സെൻറ്റർ ഓഫ് ബോയൻസി വരാനുള്ളത്? സെൻറ്റർ ഓഫ് ബോയൻസി വിൽ ബി ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ബോയൻസി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും? ഏറ്റവും കൂടുതൽ വോളിയം സബ്മർജ്ഡ് ആയിരിക്കുന്നത് എവിടെയാണോ ആ ലൊക്കേഷനിലേക്ക് ആര് ഷിഫ്റ്റ് ചെയ്യപ്പെടും? സെൻറ്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്യപ്പെടും. നോക്കൂ നിങ്ങൾ, ലെറ്റ്സ് സേ ഈ കാണുന്നതാണ് നമ്മുടെ ഒറിജിനൽ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന ബി എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ബി എന്ന് വിചാരിക്കുക. ഈ ഒറിജിനൽ പോയിന്റ് വരച്ചു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കാണുന്ന ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇത്രയും പോർഷൻ കൂടുതൽ അടിയിലേക്ക് സബ്മർജ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ, ടിൽറ്റഡ് കേസിൽ, നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും? ഈ കാണുന്ന റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഞാൻ അവനെ ബി പ്രൈം എന്ന് വിളിച്ചോട്ടെ. ബി പ്രൈം. എന്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു? സെൻറ്റർ ഓഫ് ബോയൻസി ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ദ സബ്മർജ്ഡ് വോളിയം. സബ്മർജ്ഡ് വോളിയം എവിടെയാണോ കൂടുതൽ ആ ഡയറക്ഷനിലേക്ക് ആര് ഷിഫ്റ്റ് ചെയ്യപ്പെടും? സെൻറ്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഇവിടെ റൈറ്റ് സൈഡിലാണ് ഇത്രയും പോർഷൻ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുന്നു? സബ്മർജ്ഡ് ആയിരിക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് ബിയിൽ നിന്ന് റൈറ്റിലോട്ട് എന്ത് ചെയ്യുന്നു? സെൻറ്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഈ കാണുന്ന ടിൽറ്റഡ് പൊസിഷനിൽ സെൻറ്റർ ഓഫ് ബോയൻസിയിൽ, പുതിയ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അല്ലേ? അവിടെ കൂടെയാണ് ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ബോയൻ ഫോഴ്സ് FB എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന ജിയിൽ നിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആര് ആക്ട് ചെയ്യുന്നത്? W എന്ന് പറയുന്ന വെയിറ്റ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നോക്കൂ, ഇവർ തമ്മിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? നോക്കൂ നിങ്ങൾ, ഇവർ തമ്മിൽ ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ലെറ്റ്സ് സേ ദിസ് ഈസ് X. ഞാനിവനെ എന്ത് കപ്പിൾ കൊടുത്തു? ഒരു ക്ലോക്ക് വൈസ് കപ്പിൾ കൊടുത്തു. അപ്പോൾ അവൻ റൈറ്റ് സൈഡിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ടിൽട്ടായി. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഉണ്ടാകുന്ന FBയും Wയും കാരണം ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ കപ്പിൾ കാരണം ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. വിച്ച് മീൻസ് ദിസ് ഈസ് എ റീസ്റ്റോറിങ് കപ്പിൾ. ദിസ് ഈസ് എ റീസ്റ്റോറിങ് കപ്പിൾ. അതായത് അവൻ്റെ ഒറിജിനൽ പൊസിഷൻ അവൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ കപ്പിളാണ് ആരെന്ന് പറയുന്നത്? ഈ കാണുന്ന FB × X അല്ലെങ്കിൽ W × X എന്ന് പറഞ്ഞ സാധനം. പക്ഷേ വിച്ച് മീൻസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന G മാത്രം വെച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. കാരണം ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കേസ് ആരുമായിട്ട് ഇക്വലൻ്റ് ആയി പോകുന്നു? തൊട്ട് മുന്നേ പഠിച്ച കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് വോളിയുമായിട്ട് ഇക്വലൻ്റ് ആയി പോകുന്നു. അതിനുവേണ്ടി അത് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാണുന്ന പുതിയ സെൻറ്റർ ഓഫ് ബോയൻസിൽ കൂടെ ആക്ട് ചെയ്തില്ലേ, അവൻ്റെ ആക്സിസിന് ഞാൻ എന്ത് ചെയ്യിക്കാൻ ഒരു അല്പം മുകളിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചു. എക്സ്റ്റെൻഡ് ചെയ്യപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ കാണുന്ന പുതിയ സെൻറ്റർ ഓഫ് ബോയൻസിയുടെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യപ്പോൾ അവൻ എന്ത് ചെയ്തു? നമ്മുടെ ഈ ബേർഡ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്തു. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മെറ്റാ സെൻറ്റർ. നമ്മൾ അവനെ M എന്ന് വിളിച്ചു. എന്താ പേര് വന്നത്? മെറ്റാ സെൻറ്റർ. ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമ്മുടെ ഷിപ്പൊക്കെ ഇങ്ങനെ കടലിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? വേവ്സ് കാരണം ഷിപ്പ് ഇങ്ങനെ റോൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ റോൾ ചെയ്യാറില്ലേ? ഈ റോളിങ്ങിന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓസിലേഷനുമായിട്ട് അവൻ കമ്പയർ ചെയ്തിരിക്കുകയാണ്. വിച്ച് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ഈ കാണുന്ന മെറ്റാ സെൻറ്റർ എന്ന M എന്ന പോയിന്റ് വെച്ചാണ് ഷിപ്പ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഷിപ്പ് എന്ത് ചെയ്യുന്നത്? റോൾ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ബോഡീസിൽ എല്ലാം ഇപ്പോഴും സ്റ്റെബിലിറ്റി പറയുമ്പോൾ ഈ കാണുന്ന മെറ്റാ സെൻറ്ററിന് എന്തുണ്ട്? പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻസുമുണ്ട്. അതായത് ഈ കാണുന്ന മെറ്റാസെൻട്രിക് ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് GM. അതിൽ G മുതൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ M എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ടോ അവനെ വിളിക്കുന്ന പേരാണ് GM. GM ഈസ് നോൺ ആസ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. എന്താണ്? മെറ്റാസെൻട്രിക് height, and this metacentric height is equal to GM is equal to, ശ്രദ്ധിക്കണേ,
ജി എം ഈസ് ഈക്വൽ ടു ബി എം മൈനസ് ബി ജി അല്ലേ. ഈ വലിയ ലെങ്തായ ബി എമ്മിൽ നിന്ന് ഈ ബി ജി കുറച്ചാൽ നമുക്ക് ആര് കിട്ടും? വി വിൽ ഗെറ്റ് ജി എം. സോ ജി എം ഈസ് ഈക്വൽ ടു ബി എം മൈനസ് ബി ജി എന്ന് വിളിക്കാം. ഇതിൽ ബി എം കൊണ്ടോ ഈ ബി എമ്മിനെ നമ്മൾ ഒരുപാട് ഡെറിവേഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യും? അവനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഡിവൈഡഡ് ബൈ സബ്മർജ്ഡ് വോളിയം മൈനസ് ബി ജി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ നോക്കൂ, ഐ നമുക്ക് എല്ലാവർക്കും അറിയാം. What is I? I is equal to area moment of inertia. നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലംസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബോയൻസിക്ക് തൊട്ട് മുന്നേ ഉള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സസ് ഓൺ സബ്മർജ്ഡ് പ്ലെയിൻസിൽ പഠിച്ച ഓർമ്മയുണ്ടോ? സർക്കുലർ സെക്ഷൻ, റെക്ടാങ്കുലർ സെക്ഷൻ, ട്രയാങ്കുലർ സെക്ഷൻ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? അവിടെ ഓരോ സെക്ഷൻസിനും ഓരോരോ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻസ് ഉണ്ട്. അതേ സെയിം ഐ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ആക്സിസുകൾ ഡിഫറൻ്റ് ആണ്. അവിടെ എടുത്ത ആക്സിസ് അല്ല ഇവിടുത്തെ ആക്സിസ്. കാരണം ദിസ് ഐ, the value of I is with respect to ആക്സിസ് ആണ്. ചിലപ്പോൾ ഐ എക്സ് എക്സ് ആവാം, ഐ വൈ വൈ ആക്കാം. അവിടുത്തെ ആക്സിസ് അല്ല ഇവിടുത്തെ ആക്സിസ്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ജി എം എന്ന് പറയുന്ന മെറ്റാസെൻട്രിക് ഹൈറ്റിന് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. ദിസ് ഈസ് ദ ഇക്വേഷൻ. സോ ദിസ് ഈസ് ഇക്വേഷൻ ഫോർ മെറ്റാസെൻട്രിക് ഹൈറ്റ്. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഥയാണ്. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്റ്റെബിലിറ്റിയെ പറ്റിയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇഫ് ദ എം ഈസ് എബവ് ജി, ജി സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയുടെ മുകളിലാണ് എം എന്ന് പറയുന്ന മെറ്റാസെൻട്രിക് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഇവൻ ഈ റീസ്റ്റോറിംഗ് കപ്പിൾ കാരണം ഇവൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്കിപ്പം മനസ്സിലായി. സോ ദിസ് കേസ് ഈസ് അണ്ടർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ദിസ് കേസ് ഈസ് അണ്ടർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതെപ്പോഴാണ്? വെൻ ദ എം ഈസ് എബവ് ജി. വെൻ എം ഈസ് എബവ് ജി. എല്ലായ്പ്പോഴും എം ജിക്ക് മുകളിലാണെങ്കിൽ ഫ്ലോട്ടിംഗ് ബോളിൻ്റെ കേസിൽ അവൻ എന്തിലാണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, ഇഫ് ജി എം ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും പറയാം. ജി എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്. നോക്കൂ നിങ്ങൾ, ഇഫ് എം ഈസ് എബവ് ജി ആണെന്ന് വിചാരിക്കുക. മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ ആണ് ജി എം ഈസ് ഈക്വൽ ടു ബി എം മൈനസ് ബി ജി. ഇഫ് എം ഈസ് എബവ് ജി ആണെങ്കിൽ ബി എം വലുതാണ്, ബി ജി ചെറുതാണ്. അപ്പോൾ ബി എമ്മിൽ നിന്ന് ബി ജി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് വാല്യൂ ആയ ഒരു ജി എം കിട്ടും. ദിസ് ഈസ് എ കേസ് ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. വെൻ എം ഈസ് ബിലോ ജി. നോക്കൂ, കേസ് 2, when m is below g. ഫോർ എക്സാമ്പിൾ ഞാൻ വരയ്ക്കാം. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ആക്സിസ് എന്ന് വിചാരിക്കുക. ഈ കാണുന്ന പോയിന്റ് ആണ് നമ്മുടെ ജി ആണെന്ന് വിചാരിക്കുക. ഈ എം ഈസ് ബിലോ ജി അല്ലേ. സോ ഇവിടെ എം വരും, ഇവിടെ ആര് വരും? ഇവിടെ നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി ആയിട്ടുള്ള ബി വരും. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ, ജി എമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? ജി എം ഈസ് ഈക്വൽ, നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ബി എം മൈനസ് ബി ജി ആണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ജി എം ഈസ് ഈക്വൽ ടു ബി എം മൈനസ് ബി ജി. നിങ്ങൾ നോക്കൂ, ബി എം ചെറുതാണ്, ബി ജി വലുതാണ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കില്ലേ? അപ്പോൾ ഈ ജി എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദ വാല്യൂ ഓഫ് ജി എം വിൽ ബി ലെസ് ദാൻ 0. ജി എമ്മിൻ്റെ ഒരു നെഗറ്റീവ് വരും. ആ കേസിനെ വിളിക്കുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ദിസ് ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഞാൻ മറ്റേതുപോലെ ഫിഗർ വരയ്ക്കുന്നില്ല. എവിടെ പഠിച്ചതുപോലെ നമ്മുടെ കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ബോഡി ആണെങ്കിൽ 3 കേസിലും ഫിഗർ വരച്ചു. ഇവിടെ അതേ സെയിം കേസൊക്കെ തന്നെയാണ്. വെറുതെ ഫിഗർ വരച്ച് നമ്മൾ സമയം കളയുന്നില്ല. ഞാൻ അതിന് പകരം ഈ ആക്സിസ് മാത്രം ഇവിടെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ജിയുടെ താഴെയാണ് എം വരുന്നതെങ്കിൽ ബി എം മൈനസ് ബി ജിയിൽ ബി എമ്മിൻ്റെ വാല്യൂ ചെറുതാണ്, ബി ജിൻ്റെ വാല്യൂ വലുതാണ്. ചെറുത് നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് വാല്യൂ കിട്ടും. അങ്ങനെ ജി എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ് കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെന്ന് മനസ്സിലാക്കാം. അത് ക്ലിയർ ആയിട്ട് നമ്മളോട് വരച്ച് പഠിച്ചിട്ടുണ്ട്. ഇഫ് എം ഈസ് എബവ് ജി ആണെങ്കിൽ റീസ്റ്റോറിംഗ് കപ്പിൾ വരികയും അവൻ സ്റ്റേബിൾ ആവുകയും എന്ന് നമ്മൾ വരച്ച് പഠിച്ചു. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക? മറ്റേ സെക്കൻഡ് കേസ് സ്വന്തമായി നിങ്ങൾ വരയ്ക്കുക. ഇനി ഒരു കേസ് ഉണ്ട്, തേർഡ് കേസ്. ഞാൻ ഇവിടെ വരച്ച് പോട്ടെ. ദിസ് ഈസ് കേസ് 1. ഓക്കെ, ദിസ് ഈസ് കേസ് 1 ആൻഡ് ദിസ് ഈസ് കേസ് 2. ദിസ് ഈസ് കേസ് 2 വരയ്ക്കാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കേസ് 3. കേസ് 3 എന്ന് പറഞ്ഞാൽ when m coincides with G. എമ്മും ജിയും തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ ലൈൻ ഞാൻ ഒന്നുകൂടെ വരച്ചു തരാം. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ലൈൻ. ഈ ലൈനിൽ നോക്കൂ, ഈ കാണുന്ന പൊസിഷനാണ് എം, അത് തന്നെയാണ് ജി. സോ ദിസ് ഈസ്
ബി എന്ന് വിചാരിക്കുക. അപ്പോൾ എമ്മും ജിയും കോയിൻസൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ജി എമ്മിൻ്റെ വാല്യൂ എന്ന് നോക്കൂ നിങ്ങൾ. ജി എം ഈസ് ഈക്വൾ ടു ബി എം മൈനസ് ബി ജി അല്ലേ. ജി എം ഈസ് ഈക്വൾ ടു ബി എം മൈനസ് ബി ജി. സോ ബി എമ്മും ബി ജിൻ്റെ വാല്യൂ സെയിം അല്ലേ. അപ്പോൾ ജി എമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും. ജി എമ്മിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എമ്മും ജിയും കോയിൻസൈഡ് കിടക്കുകയാണ്. സച്ച് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഈസ് നോൺ ആസ് വാട്ട്? ന്യൂട്രൽ ഇക്വിലിബ്രിയം. എന്ത് ഇക്വിലിബ്രിയമാണ്? ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പോൾ മൊത്തം എത്ര ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്? 3 ഇക്വിലിബ്രിയം. ഒന്ന് സ്റ്റേബിൾ, മറ്റൊന്ന് അൺസ്റ്റേബിൾ, പിന്നെ ഈ പഠിച്ച ന്യൂട്രൽ ഇക്വിലിബ്രിയം. അതിൽ ഒരു കേസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ച് നിങ്ങൾക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ നിന്ന് നമുക്ക് പ്രോബ്ലംസുകൾ എക്സാമിന് ഒരുപാട് പ്രതീക്ഷിക്കാം. കാരണം മെറ്റാസെൻട്രിക് ഹൈറ്റ് ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലോട്ടിംഗ് കേസ് വന്നിട്ട് പറയും ഈ കേസ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ജി എമ്മിൻ്റെ വാല്യൂ കണ്ടെത്തുക. ജി എമ്മിൻ്റെ വാല്യൂ കണ്ടെത്തുമ്പോൾ അവൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാം അത് ന്യൂട്രൽ ഇക്വിലിബ്രിയമാണ്. ഇഫ് ദ വാല്യൂ ഓഫ് ജി ഈസ് ഗ്രേറ്റർ ദാൻ 0, അതൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് അവനെന്ത് പറയാം? അവൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. ഇഫ് ദ വാല്യൂ ഓഫ് ജി ഈസ് ലെസ് ദാൻ 0, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെന്ന് വിളിക്കാം. ഇങ്ങനെ 3 കേസുകൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ അല്ലേ?